ഹലോ. ബിഗ് ബോസ് സീസൺ 7 സ്ഥിരമായി കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. അതിലുള്ള ഒരു കണ്ടസ്റ്റന്റിന് ഇടയ്ക്കിടയ്ക്ക് പച്ചരി കഴിക്കുക, അതുപോലെ മണ്ണ് വരി കഴിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്ന് പറയാം അല്ലേ. ഇതിന്റെയൊക്കെ ബേസിക് റീസൺ എന്താണെന്നറിയോ? നമ്മുടെ ബോഡിയിലെ അയണിന്റെ കണ്ടന്റ് കുറയുന്നതാണ് കേട്ടോ. അയൺ ഡെഫിഷ്യൻസി ആണ് ഇതിന് കാരണമാവുന്നത്. സോ ഈ ഒരു കണ്ടീഷന്റെ പേരാണ് പൈക്ക. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമിന്റെ അളവിൽ ചെറിയ വ്യത്യാസം വരുമ്പോൾ നമുക്ക് കണ്ണി കാണുന്നൊക്കെ വലിച്ചു വാരി കഴിക്കാനുള്ളൊരു ഫീൽ ഉണ്ടാവും. ഭയങ്കര ക്രേവിംഗ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസ് പച്ചരി, മണ്ണ്, അതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ വലിച്ചു വാരി കഴിക്കണതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പച്ചരിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓക്കെ നല്ലതാണ്, ആ ഒരു അയൺ ഡെഫിഷ്യൻസി മാറാനൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. പച്ചരിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ അയൺ കണ്ടന്റേ ഇല്ല. ഇതിന്റെ അകത്തുള്ളത് ഫൈറ്റേറ്റ്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്. ഈ ഫൈറ്റേറ്റ്സ് നമ്മുടെ ബോഡിക്കുള്ള അയണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസ് ഈ പച്ചരി കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആ ഒരു കണ്ടീഷൻ വേഴ്സ് ആവത്തേ ഉള്ളൂ. മാത്രമല്ല, ഈ കഴുകാതെയൊക്കെയാണ് ഈ പച്ചരിയൊക്കെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുഡ് പോയ്സണിങ് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, ബ്ലോട്ടിംഗ്, ഈ ഒരു കണ്ടീഷൻസ് ലീഡ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ടെസ്റ്റുകളൊക്കെ ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് അയൺ റിച്ച് ഫുഡ് നന്നായി കഴിക്കുക, അയൺ സപ്ലിമെന്റ്സും കൂടെ എടുക്കുക കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽതി. ബൈ.